നമസ്തേ. സർക്കാരും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ അവഗണിച്ചിട്ടും വലിയ വിജയമായ ഹൈന്ദവ പെരുമയുടെ ഉത്സവമായിരുന്നു കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം. സംഘടനാ വൈഭവം കൊണ്ടും വലിയ ജനപങ്കാളിത്തം കൊണ്ടും രാജ്യമാകെ ശ്രദ്ധ നേടിയ ഈ ഹൈന്ദവ മഹോത്സവത്തെ ഭീകരാക്രമണത്തിനായി ജിഹാദികൾ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിലും മറ്റു രാജ്യത്തിന്റെ സംസ്കാരത്തിനും പൈതൃകത്തിനും നേരെ നടക്കുന്ന ആക്രമണങ്ങളെയും സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. ആ പ്രതികരണം കേൾക്കാം. നമസ്തേ ബാബു ചേട്ടാ. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദ ആണെന്ന് UN നിരീക്ഷണ സമിതി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് ബാബു ചേട്ടാ പറയാനുള്ളത്? UN നിരീക്ഷണ സമിതിയുടെ ഈ കണ്ടെത്തൽ അൽ-ഖ്വയ്ദയാണ് എന്നുള്ള കണ്ടെത്തൽ ഇതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് നേരത്തെ തന്നെ വിദേശ ഭീകര സംഘടനകൾ അതിന്റെ പിന്തുണയോടുകൂടിയിട്ടാണ് ചെങ്കോട്ടയിൽ ഈ ആക്രമണം നടന്നത് എന്നതിനെ സംബന്ധിച്ച് പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ധാരണയുണ്ടായിരുന്നു. സർക്കാരും NIA അടക്കം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ പ്രശ്നം, ഈ ചെങ്കോട്ടയിൽ ആക്രമണം നടന്നപ്പോൾ അതിനെ ഉടനെ തന്നെ നമ്മുടെ നാട്ടിലെ ചില കക്ഷികൾ, മതേതര കക്ഷികൾ എന്ന് പറയുന്നത്, അതേപോലെ ചില ഇസ്ലാമിക സംഘടനകൾ, സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ സംഘടനകൾ ആസൂത്രണം ചെയ്ത് ഈ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ, ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തതാണ് എന്ന് ഒരു പ്രചരണം അവർ തുടക്കത്തിൽ നടത്തിയിരുന്നു. ഇത് മുൻപ് ഇതൊരു ഹിന്ദുത്വ ഭീകരത തന്നെയാണ് എന്നൊക്കെ വരുത്താനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് നമ്മുടെ രാജ്യത്ത് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ പുറത്തു വരുന്ന കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അൽ-ഖ്വയ്ദ പോലുള്ള സംഘടനകൾക്ക് ഇന്ത്യയിൽ വന്ന് ഈ നിലയ്ക്ക് ഭീകര സ്ഫോടനം നടത്താൻ, ചെങ്കോട്ട അടക്കമുള്ള പ്രദേശങ്ങൾ നടത്താൻ കഴിയുന്നത് കേവലം അത് പുറത്തുനിന്ന് മാത്രമുള്ള ഒരു ആസൂത്രണമോ തയ്യാറെടുപ്പോ അല്ല. അവരെ സഹായിക്കാൻ അകത്തുനിന്ന് തന്നെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവരെ സഹായിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ അകത്ത് തന്നെയുണ്ട്. അപ്പോ അങ്ങനെ സഹായിക്കുന്ന ആൾക്കാർ, അങ്ങനെ ചിലരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, NIA അറസ്റ്റ് ചെയ്തിരുന്നു. ചിലർ പലരും ഡോക്ടർമാര്, അതുപോലെ യൂണിവേഴ്സിറ്റി അധ്യാപകര്, ഇതേപോലുള്ള ആൾക്കാരൊക്കെയാണ് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പലരും. അപ്പോ ഇവിടെ നിന്ന് സഹായം ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ അവർക്ക് സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതാണ് വലിയ അപകടകരമായിട്ടുള്ള കാര്യം. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന മതഭീകര സംഘടനകൾക്ക് ആ മതവിഭാഗത്തിൽ പെടുന്ന ആളുകൾ സഹായികളായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഉത്കണ്ഠാജനകമാണ്, ആശങ്കാജനകമാണ്. അവിടെയാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തെ ഇപ്പൊ UN പുറത്തുവിട്ട ഈ വസ്തുത യഥാർത്ഥത്തിൽ കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കണ്ണാണ് തുറക്കേണ്ടത്. ഇത്തരം ഭീകര സംഘടനകളെ, അവരെ വെള്ളപൂശാനും അവർക്ക് ഒത്താശ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റം ദേശഭക്തരുടെ ഭാഗത്തു നിന്ന്, ദേശത്തെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇത് നൽകുന്ന ഒരു പാഠം. ഓക്കെ ബാബു ചേട്ടാ, ഇപ്പൊ മറ്റൊരു ചോദ്യം ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ മലപ്പുറത്തുനിന്ന് വൻ സ്ഫോടക ശേഖരമായിട്ടൊരു ഹാരിസ് എന്ന് പറഞ്ഞ ഒരാളെ പിടികൂടിയിരുന്നു. അപ്പൊ അയാളിൽ നിന്ന് NIAക്ക് ഒരു നിർണായക വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് മാഘ മഹോത്സവത്തെ ഭീകര ലക്ഷ്യമിട്ടിരുന്നതായിട്ട് ഉള്ള സൂചനകൾ. അപ്പം അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ ബാബു ചേട്ടാ? അല്ല, മാഘ മഹോത്സവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭീകരാക്രമണ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് NIA സംശയിക്കുന്നു. കാരണം മാഘ മഹോത്സവം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മലപ്പുറത്ത് നിന്ന് ആയിരക്കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കൂമ്പാരം തന്നെ, അതായത് ഒരു വലിയ വണ്ടി നിറയെ സ്ഫോടക വസ്തുക്കൾ, ഒരു ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. എനിക്ക് പറഞ്ഞാൽ ഒരു വലിയ തരത്തിൽ ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന, നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു ശേഖരമാണ് പിടിച്ചടക്കപ്പെട്ടത്. അപ്പോൾ അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അവര് രംഗത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുമ്പോൾ
അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അത് മാഘമക മഹോത്സവത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സ്ഫോടക വസ്തു ശേഖരം അവിടെ കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കാവുന്ന തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നാണ് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആൾക്കൂട്ടത്തിൽ ആക്രമണം നടത്തണം എന്ന് മുൻപ് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ഭീകരൻ, മലയാളിയായിട്ടുള്ള ഭീകരൻ, കേരളത്തിൽ നിന്ന് IS-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത വ്യക്തി, പിന്നീട് അയാൾ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഇപ്പോൾ അബ്ദുൾ റഷീദ് കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. അയാൾ ഒരു ഓഡിയോ സന്ദേശമായിട്ട് കേരളത്തിലെ വാട്സപ്പ് മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഒക്കെ ആയിട്ട് ഇവിടേക്ക് അയക്കുകയുണ്ടായി. അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തൃശ്ശൂർ പൂരം പോലെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സ്ഫോടനങ്ങൾ നടത്തി ജിഹാദ് നടപ്പാക്കണം എന്ന് അയാൾ പറയുന്നതായിട്ട് നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നതായിട്ട് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാവുന്നു. കേരളം ഒരു മതതീവ്രവാദ ശക്തികളുടെ കേന്ദ്രമായിട്ട് മാറിയിട്ട് വർഷങ്ങളായി. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, മംഗലാപുരത്ത് പ്രവീൺ നെട്ടാരു എന്ന് പറയുന്ന ഒരു BJP നേതാവിന്റെ കൊലപാതക കേസിലെ പ്രതികളായിട്ടുള്ള ഭീകരന്മാരെ ഒളിച്ചിരുന്നത് കേരളത്തിലാണ്. 2 പേരെയാണ് കൊച്ചിയിൽ നിന്ന് മാത്രം അറസ്റ്റ് ചെയ്തത്. പ്രധാനപ്പെട്ട 2 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊച്ചിയിൽ നിന്നാണ്. ഒരാൾ പള്ളൂരിൽ, മറ്റൊന്ന് എറണാകുളം നഗരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോ എറണാകുളം പോലുള്ള ഒരു നഗരം അല്ലെങ്കിൽ കേരളം മതഭീകരവാദികളുടെ താവളമായിട്ട് മാറുന്നു. ഇത് ഇന്നൊന്നിലെ അല്ല, ഒരു സംഭവം മാത്രമല്ല. ഇതേപോലെ ഒട്ടനവധി സംഭവങ്ങൾ കേരളത്തിൽ ആണ് മതഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത്. അവര് രാജ്യത്തിന്റെ പല ഭാഗത്തും സ്ഫോടനം നടത്തുന്ന ആൾക്കാർ അതേപോലെ മതഭീകരവാദികൾ കേരളത്തിൽ താവളമാക്കുന്നു. കേരളം അവർക്ക് സുരക്ഷിത കേന്ദ്രമായിട്ട് അവർ പരിഗണിക്കുന്നു. അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രമായിട്ട് കേരളത്തിൽ മാറുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ ഒളിച്ചിരുന്ന ആൾക്കാർ അവര് ആരുടെ സഹായത്താലാണ് ഒളിച്ചിരുന്നത്? ഏത് കേന്ദ്രത്തിലാണ്? അപ്പോൾ ഇത്തരം ആളുകളെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനും കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നവര്, ഈ മതഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവര്, അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അവരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഭീകരവാദികൾ ഇവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കവചം ഒരുക്കുന്നത്, സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് പുറത്തു വരുന്നതിലൂടെ മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങേറ്റം കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് മാഘമക മഹോത്സവം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, കേരളത്തിൽ ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങൾ എവിടെയൊക്കെയുണ്ടോ ആ ആൾക്കൂട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ ഭീകരാക്രമണം നടത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കരുതിയിരിക്കാനും പോലീസും ഇന്റലിജൻസുകളും കേന്ദ്ര ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്തി നിർവീര്യമാക്കുകയും. ഇപ്പോൾ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ പോപ്പുലർ ഫണ്ട് മറ്റു പല രൂപത്തിലും ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. മറ്റു പല രൂപത്തിലും അവരുടെ പരിശീലനങ്ങൾ നടക്കുന്നു. അത്തരം പരിശീലനങ്ങളുടെ വീഡിയോ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ വളരെ ഗൂഢമായിട്ട് മറ്റു പല പേരുകളിലും രൂപത്തിലും കേരളത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരം. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ബാബുചേട്ടാ, ഈ വിഷയത്തിൽ ഇപ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെ മൗനം പാലിക്കുകയാണല്ലോ, അതിനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? അല്ല, മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ അവരുടെ DNA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീൻ ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവരെല്ലാം ഹിന്ദു വിരുദ്ധരായ, ദേശവിരുദ്ധ പക്ഷത്ത്, ഹിന്ദു വിരുദ്ധ പക്ഷത്ത് നിലനിർത്തിച്ചിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ച് മതഭീകരവാദികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ, രാജ്യത്തിനെതിരെ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഈ മതഭീകരവാദ പ്രവർത്തനം. അപ്പോ ഹിന്ദുത്വത്തിനെതിരായിട്ടോ രാജ്യത്തിനെതിരായിട്ടോ ഒക്കെ നടക്കുന്ന പ്രവർത്തനം, അതിനെ മതഭീകരവാദ പ്രവർത്തനമാകട്ടെ മറ്റേത് തരത്തിലുള്ള പ്രവർത്തനമാവട്ടെ, അതിനെയൊക്കെ പിന്തുണയ്ക്കുകയോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമീപനമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുള്ളത്. കേരളത്തിലെ മാധ്യമം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ സമ്പൂർണമായിട്ടും ഇസ്ലാമിക മത തീവ്രവാദികളുടെ
അജണ്ടയ്ക്കനുസരിച്ച് ചിന്തിക്കുകയും അതനുസരിച്ച് വാർത്തകൾ രൂപപ്പെടുത്തിയെടുക്കുകയും നരേറ്റീവുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അവർ അടിസ്ഥാനപരമായി ഹിന്ദു വിരുദ്ധ പക്ഷത്താണ്, അടിസ്ഥാനപരമായി ദേശവിരുദ്ധ പക്ഷത്താണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവര് ആസൂത്രിതമായി കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ കണ്ടിൽ നിന്ന് അടിക്കുകയും ഹിന്ദുത്വ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അനുവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളോട് അവർ പുലർത്തുന്ന മൗനം തീർച്ചയായും അത് മതഭീകരവാദ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന സമീപനത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് വേണം കരുതാൻ. അടുത്തായിട്ടൊന്ന് ചോദിക്കാനുള്ള ഇപ്പൊ വീര സവർക്കറിന്റെ ചോദ്യമായിട്ട് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ കാസർഗോഡ്. അപ്പൊ ആ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിലൊന്ന് പ്രതികരിക്കാവോ ബാബു ചേട്ടാ? സവർക്കറിനെ ചോദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെടണമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ലോകത്ത് എവിടെയും നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഒന്ന്, ഇപ്പോൾ ആ സവർക്കറോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, സവർക്കറോട് വിയോജിപ്പുള്ളവരുണ്ടാകാം, സവർക്കറിന്റെ ആശയങ്ങൾ പിന്തുണയ്ക്കാത്തവരുണ്ടാകാം. പക്ഷേ ചരിത്രത്തെ ആർക്കാണ് മാറ്റിമറിക്കാൻ സാധിക്കുക? ചരിത്ര വസ്തുതയാണ് സവർക്കർ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ ഒരാൾ സവർക്കറാണ് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. ആ ചരിത്ര വസ്തുതയെ സംബന്ധിച്ചുള്ളൊരു ചോദ്യം വരുമ്പോൾ സവർക്കർ എന്നുള്ള പേര് പോലും കേരളത്തിൽ ഉച്ചരിക്കാൻ പാടില്ല, അത് പാതകമാണ്, കുറ്റകരമാണ്, ജയിലിലടയ്ക്കാവുന്ന ശിക്ഷ അറിയിക്കുന്ന കുറ്റമാണ് എന്നുള്ള രീതിയിൽ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ ഹിന്ദുത്വ ആശയത്തിനെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയം അത് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വക്താവാണ് സവർക്കർ എന്നുള്ളത് കൊണ്ട് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടേ അതിനെ കാണാൻ സാധിക്കൂ. സവർക്കറെ ഇപ്പോൾ മാപ്പപേക്ഷ നൽകി ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്ത ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകി പുറത്തു വന്ന ആൾ എന്നുള്ള നിലയ്ക്കുള്ള ആരോപണമൊക്കെ വസ്തുതാവിരുദ്ധമാണ്. അതെല്ലാവർക്കും അറിയാം. കാരണം 1 2 അല്ല, 27 വർഷമാണ് സവർക്കർ തടവറയിൽ കടന്നത്. അത് ആൻഡമാൻ ജയിലിൽ കടന്നു 10 വർഷത്തോളം. അതിനുശേഷം മറ്റു പല ജയിലുകളിലായിട്ട് കടന്നു, യാർവാദ ജയിലിൽ കടന്നു, ജയിൽ കടന്നു, വീട്ടുതടങ്കലിലായി. 27 വർഷക്കാലം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം മാപ്പപേക്ഷ നൽകി പുറത്തു വന്നെന്ന്. ഇപ്പൊ സവർക്കറുടെ മാപ്പപേക്ഷ ഒരു സർക്കാരും ബ്രിട്ടീഷ് സർക്കാരും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ആ മാപ്പപേക്ഷ ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നും സവർക്കറെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും സവർക്കർക്ക് ഈ തരത്തിലുള്ള ഒരു കുറ്റബോധം കാണാൻ കഴിയില്ല എന്നും റിപ്പോർട്ട് കൊടുത്തത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാര് കരുതിയത് സവർക്കറുടെ ഈ മാപ്പപേക്ഷയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അടവ് തന്ത്രം എന്നുള്ള നിലയ്ക്കാണ്. പുറത്തിറങ്ങി ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സവർക്കറെ തുറന്നു വിടാതിരുന്നത്. എന്നാൽ സവർക്കറെ പോലെ ജയിലിലായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് അടക്കം അവരൊന്നും ആൻഡമാനിലായിരുന്നില്ല. സൗകര്യത്തോടുകൂടി എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ഇന്ത്യയിലെ മറ്റു പല ജയിലുകളിലും കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് അവര് പുറത്തുപോയി. കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവര് മാപ്പപേക്ഷ നൽകി പുറത്തു പോയിട്ടുണ്ട് പലരും. പക്ഷേ സവർക്കറുടെ മാപ്പപേക്ഷ മാത്രം വലിയ ചർച്ചയാക്കി അതിനെ ആക്ഷേപിക്കുന്നത്, അവഹേളിക്കാൻ ശ്രമിക്കുന്നത് അത് സവർക്കറോടുള്ള ദേഷ്യമല്ല. സവർക്കർ ഉന്നയിച്ച ആശയമുണ്ട്, സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ ആശയമുണ്ട്, ഹിന്ദു ദേശീയത എന്ന ആശയമുണ്ട്. ആ ആശയത്തെ തകർക്കുക, അതിനെ ആ വിഷയം ഉയർത്തുന്ന അല്ലെങ്കിൽ സവർക്കറെ പിൻപറ്റുന്നവരെ ഡീമോറലൈസ് ചെയ്യുക, അവരെ അവരുടെ ആത്മവിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സവർക്കറെ ആക്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സവർക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തില് കോൺഗ്രസ് നേതാക്കന്മാരാരും അദ്ദേഹത്തിന്റെ ഈ മാപ്പപേക്ഷയെ ആക്ഷേപകരമായി കണ്ടിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഏജന്റാണെന്ന് ആരും ആരോപിച്ചിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തെ പുകഴ്ത്തുകയാണ് ഈ പറയുന്ന നേതാക്കന്മാർ മുഴുവൻ. അത് മഹാത്മാഗാന്ധിജി ആവട്ടെ, സുഭാഷ് ചന്ദ്രബോസ് ആകട്ടെ, ഭഗത് സിംഗ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിട്ടുള്ള മിറാജ്കർ ആവട്ടെ, അല്ലെങ്കിൽ AK ഗോപാലനാകട്ടെ, EMS നമ്പൂതിരിപ്പാടാകട്ടെ, ഇതേപോലുള്ള ആളുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ ഇന്ദിരാഗാന്ധി അടക്കം AK ഗോപാലനടക്കം സവർക്കറുടെ ജീവിതത്തെ പുകഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സവർക്കർ ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ അംഗീകരിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇപ്പോ സവർക്കർ അനഭിമതനാവുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സവർക്കർ ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ ആശയം, അതിന് ഭാരതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മേൽക്കൈ, അതിന്റെ സ്വീകാര്യത, അതാണ് ഈ പറയുന്ന ആളുകളെ അലസോരപ്പെടുത്തുന്നത്. അവര് സവർക്കറെ എതിർത്തുകൊണ്ട്, സവർക്കറെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, സവർക്കറെ താറടിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ ആശയത്തെ താറടിക്കാൻ കഴിയും, ഹിന്ദുത്വ ആശയം ഉയർത്തിപ്പിടിക്കുന്നവരെ നിശബ്ദരാക്കാൻ കഴിയും, അവരെ ഡീമോറലൈസ് ചെയ്യാൻ കഴിയും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് സവർക്കറെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുകയും സവർക്കർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഒരു ഭാരതരത്ന അവാർഡ് കിട്ടേണ്ട തന്നെ ഒരു ദേശസ്നേഹിയാണ്, ഭാരതത്തിന്റെ ഒരു ഉത്തമനായിട്ടുള്ള ദേശസ്നേഹിയാണ് എന്നുള്ള കാര്യം അത് കൂടുതൽ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ട് അധ്യാപകനെതിരെ നടപടിയെടുത്താൽ ഈ സൂര്യനെ കൈപ്പടം കൊണ്ട് മറയ്ക്കാൻ സാധിക്കില്ല, സൂര്യന്റെ പ്രഭാവത്തെ ചെറുക്കാൻ ഒരു കൈപ്പടം കൊണ്ട് കഴിയില്ല. സവർക്കറെ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് സംസ്കരിക്കാൻ ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ അവര് അപഘാതരാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്, ഒരു മതവിഭാഗത്തിന്റെ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് വസ്തുത. ബാബു ചേട്ടാ, അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. ഇന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പഠിക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകിയത് ക്രിസ്ത്യൻ മിഷണറിമാർ ആണെന്നുള്ളൊരു പ്രസ്താവനയാണത്. അപ്പം ഈ ഒരു വിഷയത്തിലും കൂടെ ഒന്ന് പ്രതികരിക്കാമോ? വി.ഡി. സതീശന്റെ പ്രസ്താവന അത് അവാസ്തവമാണ്, അസത്യമാണ്. ശരിയാണ്, മിഷണറിമാർ ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ വിദ്യാലയങ്ങളിലൂടെ വിദ്യാഭ്യാസം എല്ലാ വിഭാഗത്തിനും കിട്ടിയിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ അവര് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് പിന്നോക്കക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിരുന്നില്ല. അവര് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതും മിഷണറിമാരുടെ വിദ്യാഭ്യാസ പദ്ധതി യഥാർത്ഥത്തിൽ അവരുടെ മതം മാറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു. ക്രിസ്തുമത പ്രചരണത്തിന്റെ ഉപാധിയായിട്ടാണ് അവരെല്ലാത്തിനെയും കണ്ടത്. അത് വിദ്യാലയ സ്ഥാപനം ആയാലും, അത് ഇപ്പോ നമുക്കറിയാം ഗുണ്ടർട്ട് മലയാള ഭാഷാ നിഘണ്ടു രചിച്ചത് ഗുണ്ടർട്ടാണ്. അതേപോലെ വ്യത്യസ്ത തെലുങ്ക് ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, ഗൊങ്ങിനി ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയിട്ടുണ്ട്, മറാത്തി ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഈ ഭാഷാടിസ്ഥാനത്തിൽ നിഘണ്ടു തയ്യാറാക്കുന്നത് അത് സുവിശേഷവൽക്കരണത്തെ സജീവമാക്കി കൊണ്ടുവരാനും അതിന് സൗകര്യം ഒരുക്കാനും അതിലൂടെ മതപ്രചരണം ക്രിസ്തുമത പ്രചരണം സജീവമാക്കി നടത്താനും വേണ്ടിയിട്ടാണ് ഈ നിഘണ്ടു നിർമ്മാണം തന്നെ നടത്തിയിട്ടുള്ളത് എന്ന് അത് തയ്യാറാക്കിയ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനം എന്നുള്ളത് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം മതം മാറ്റമായിരുന്നു, ആത്യന്തികമായ ലക്ഷ്യം മതപ്രചരണമായിരുന്നു. ഇപ്പോ അവര് നടത്തിയിട്ടുള്ള ക്രിസ്തു മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരു മുതിർന്ന മനുഷ്യ അവകാശ പ്രവർത്തകൻ എന്നോ സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്ന ഒരാൾ അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലേക്ക് മിഷണറിമാർ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ഭൂമി ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ അവരുടെ ബൈബിൾ ഉണ്ടായിരുന്നു. ഞങ്ങളോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അവരുടെ ബൈബിളും അവരുടെ കയ്യിൽ ഞങ്ങളുടെ ഭൂമിയുമാണ് ഇരിക്കുന്നത് കണ്ടത് എന്ന് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഒരു പ്രവർത്തകൻ പറയുണ്ടായി. അപ്പൊ ഇതാണ് മിഷണറിമാരുടെ ലോകത്തെമ്പാടും നടപ്പാക്കിയ രീതി. അവരുടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, വിദ്യാഭ്യാസം നടത്താൻ ശ്രമിച്ചത് ക്രിസ്തുമത പ്രചരണത്തിന്റെ എളുപ്പവഴി എന്നുള്ള നിലയ്ക്കാണ്. അതിലൂടെ ഇവിടുത്തെ പാവപ്പെട്ടവരെ മതം മാറ്റാൻ സ്വാമി വിവേകാനന്ദൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ, മിഷണറി വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്തെ പൂർവികന്മാർ അവർ പമ്പര വിഡ്ഢികളാണ് എന്നും നമ്മുടെ മുതുമുത്തശ്ശന്മാർ ഓവർ കഴുതുകളാണ് എന്നും നമ്മുടെ സാഹിത്യകൃതികൾ അല്ലെങ്കിൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ അന്ധവിശ്വാസ ജടിലമാണ് എന്നും നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ഗംഗാതടത്തിലെ മുഴുവൻ ചെളിയും എടുത്ത് നിങ്ങളുടെ മേലെ എറിഞ്ഞാൽ ഇതിനൊന്നും പരിഹാരമാവില്ല, അതിനേക്കാൾ വലിയ പാതകമാണ് നിങ്ങൾ ഭാരതീയരോട് ചെയ്തത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മഹാത്മാഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിന് ബ്രിട്ടനിൽ പോയ സമയത്ത്
അദ്ദേഹം നടത്തിയ ആ സംഭാഷണത്തിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി, സുന്ദരമായ ഒരു പദ്ധതി, സുന്ദരമായ ഒരു വൃക്ഷം, ബ്യൂട്ടിഫുൾ ട്രീ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സുന്ദരമായ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് മുഴുവൻ മണ്ണെടുത്തു മാറ്റി അതിന്റെ വേരുകൾ പിഴുതെടുത്തു. ആ വൃക്ഷം അങ്ങനെ തന്നെ പിഴുതെടുത്ത് മാറ്റിയുണ്ടായി. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പദ്ധതിയെ നിശ്ചിതമായി വിമർശിച്ചത് ഈ പറയുന്ന മഹാത്മാഗാന്ധിജിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മിഷണറി വിദ്യാഭ്യാസ പ്രവർത്തനം എന്നുള്ളത് ഭാരതത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ല, അവരുടെ മതപ്രചരണത്തിന് വേണ്ടിയായിരുന്നു. വാഴ നനയുമ്പോൾ കൂടെ ചീര നനയും എന്ന് പറയുന്ന പോലെ ഈ മിഷണറി വിദ്യാഭ്യാസം നടപ്പാക്കിയ സമയത്ത് അതിന്റെ കൂടെ ചില വിദ്യാഭ്യാസ ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു നേട്ടം സാധാരണക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കിട്ടുന്നതാണ്. ബ്രിട്ടീഷുകാർ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയത് ഭാരതത്തെ നന്നാക്കാനായിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന മിഷണറിമാരുടെ വിദ്യാഭ്യാസ പദ്ധതി അത് നാട്ടുകാരെ അവർക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമല്ല, പകരം അവരുടെ മതപ്രചരണം, മതം മാറ്റം എന്നുള്ള കച്ചവട താല്പര്യം മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഹദീസിന്റെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നന്ദി ബാബു ചേട്ടാ തത്വമൈന്സിനോട് പ്രതികരിച്ചതിന്. നന്ദി RV ബാബു ചേട്ടാ. ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ അറിയുന്നതിനായി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.